വലൈക്കും അസ്സലാം. നിങ്ങൾ കണ്ടുവരുമല്ലേ? പെൺകുട്ടികളെ നമ്മൾ കെട്ടിച്ചുവിട്ടാൽ മാത്രം പോരല്ല, ഇടക്കൊക്കെ വന്ന് കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടേ. കാര്യമായിട്ട് ഇപ്പൊ ഞാന് പെങ്ങളെ കാണാനല്ല വന്നിട്ടുള്ളത്, അളിയനെ കാണാനാ. ഓനെ കണ്ടിട്ട് ഇപ്പൊ ഞാൻ പോയാലുണ്ടാവില്ല. ഓൻ ഇന്നലെ വീട്ടിലേ വന്നിട്ടില്ല എന്ന് പെങ്ങള് പറഞ്ഞപ്പോ ഞാൻ ഒന്ന് വന്നു നോക്കിയതാ. അത് ശരി. ആള് കുറച്ച് കടത്തിലാന്നൊക്കെ പറഞ്ഞേക്കുണ്ട്. വീട് വിൽക്കാനുള്ള പരിപാടി ഉണ്ട്. വീട് വിറ്റാലൊക്കെ ശരിയാവും. ഏത് ഈ വീടാ? ഈ വീട് വിൽക്കണതിന്റെ പെങ്ങളും കൂടി സമ്മതം വേണം. ഓളയും കൂടി പേരിലായി വീടുള്ളത്, മനസ്സിലായില്ലേ? ഓളെ സ്വർണം കൂടി വിറ്റിട്ടാണ് ഈ വീട് വെച്ചിട്ടുള്ളത്. ഇത് വിറ്റത് വലിച്ചോളെ വയ്യാതാറാക്കാൻ ഞാൻ സമ്മതിക്കൂല. ഹലോ. ആ തന്നെ. എന്നാ ഞാൻ അതപ്പോ വരുന്നുട്ടോ. എത്ര ചെടി വന്നിരിക്കണേ? എനിക്കെന്താ വല്ല വയ്യും കിട്ടാണ്ടോ? നിങ്ങളൊന്ന് പൊയ്ക്കാണി ഓടുന്ന്. മനസ്സിന് ഒറ്റയ്ക്കിരിക്കാനും സമ്മതിക്കില്ല. എടാ, ആൾക്കാർ ഒരുപാട് കളിയാക്കി ചിരിക്കാനുണ്ടാവുള്ളൂ. ജിണീക്ക് അത് ഇജ്ജ് പറഞ്ഞത് ശരി തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോന്ന് കിട്ടാൻ കാത്തു തീർക്കുകയാണ്. ചിരിക്കടാ ചിരിക്കടാ ചിരിക്കടാ. എന്തേ എൻ്റെ ചിരി പോയാ? നിങ്ങളൊക്കെ കണക്കന്നെ വല്ല ഉപദേശിക്കാൻ വന്ന ഉസ്താദുമാര്. ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന സമൂഹം. ഇന്നൊന്ന് വെറുതെ വിടും നിങ്ങള്. കുഞ്ഞോ ഒന്നുമില്ല, വാ വാ വാ. എന്താടാ തൽക്കാലം നമ്മളെ ബാബുനെ വീട്ടിൽ നിന്ന് കൊണ്ടായാലോ? അതില് വേറൊരു പ്രശ്നമുണ്ട്. വരും, ഞാൻ പറഞ്ഞുതരാം. ചുരുക്കി പറഞ്ഞാല് വീട്ടിലെ പെണ്ണുങ്ങളും തറവാട്ടിലെ അനിയനാണ് മുപ്പര് പ്രശ്നമല്ലേ? അതാണ് പ്രശ്നം. ഏതായാലും ഒരു കാര്യം ചെയ്യാം, ബാബുനെ വീട്ടിൽ പോയിട്ട് വിഷയം പറയാം. സംഗതി ഓനൊന്നും അറിയാം. ബാബുനൊന്ന് വിളിക്കാം, ഫോൺ വിളിച്ചിട്ട് കാര്യം പറയാം. ഹലോ ഹലോ, ബാബു അല്ലേ? ഞങ്ങളാണ്ട് വരാം, ചെറിയൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഇങ്ങോട്ടാ കൊടുത്തിക്കണേ. നിങ്ങൾ പോയാൽ മതി, ഞാൻ വരുന്നില്ല. എന്താ? കുഞ്ഞോ പറഞ്ഞു കേൾക്കും, ഇത് സമാധാനാകും. ജിന്റെ അങ്ങനെ വിളിക്കണ്ട. ജി കാരണം ഞാൻ ഇങ്ങനെ ആയത്. നിങ്ങളൊന്ന് സംസാരിക്കും. വാ. കുഞ്ഞാക്കിന്നെ കാണണ്ടെന്ന് പറയാൻ മാത്രം ഞാനെന്ത് തെറ്റാ കുഞ്ഞാക്കനോട് ചെയ്ത് ഒന്ന് പറഞ്ഞു തരുമോ? എൻ്റെ അടുത്തുനിന്ന് അറിയാതെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താൻ ഞാൻ തയ്യാറാണ്. ജല്ല ഈ തറവാട്ടിൽ നിന്ന് നിന്നോട് പോകാൻ പറഞ്ഞത്? എനിക്ക് താല്പര്യമില്ലായിരുന്നു ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. ഇപ്പൊ വേറൊരു വീടെടുത്ത് ഞാനാകെ കുടുങ്ങിക്കിടക്കുക. കൂട്ടിയിട്ട് കൂടിനില്ല. ഞാനാണോ കുഞ്ഞാക്കനെ വീട്ടെന്ന് പറഞ്ഞു വെച്ചത്? ആണോ? സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് നിങ്ങളോടെപ്പോഴും പറയാറുള്ളത് താത്തല്ലേ? ഞാനാണോ? കൂട്ടുകുടുംബത്തിൽ കഴിയണത് ഇഷ്ടമില്ലാത്തവരെ പിടിച്ചു വെക്കാൻ നമുക്ക് കഴിയും. അത് നിങ്ങൾ ഇന്നെയാണോ കുറ്റപ്പെടുത്തുന്നത്? ജി താത്താനെ മാത്രം കുറ്റം പറയണ്ട. എൻ്റെ കുൽസു ഞങ്ങൾ ഇവിടുന്ന് പോകാനല്ല ആഗ്രഹിച്ചത്, അല്ലാതെ ജിൻ്റെ സന്തോഷമല്ലല്ലോ നോക്കിയത്. ആയിക്കോട്ടെ, എല്ലാ തെറ്റും ഞാൻ ഏറ്റെടുക്കുക. പക്ഷെ നിങ്ങളെ കടബാധ്യതക്ക് ഞാനെങ്ങനെ കാരണക്കാരായി? നിങ്ങൾക്ക് കഴിയാത്ത രീതിയിൽ ബഡ്ജറ്റ് കൂട്ടി വീട് വെച്ചല്ലേ നിങ്ങളെ പ്രശ്നം? ഞാൻ നിങ്ങളോട് എത്ര പറഞ്ഞിട്ടുണ്ട്? അതല്ല നിങ്ങളെ ഏറ്റവും വലിയ പ്രശ്നം.
അല്ലേ? അങ്ങനെയല്ലേ കടം കൂട്ടിയത്? എന്നിട്ടത് കേട്ടപ്പോൾ കുഞ്ഞാക്കെന്താ പറഞ്ഞേ? എൻ്റെ വീടിനേക്കാളും വലുതാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയണമെന്നല്ലേ പറഞ്ഞത്? എനിക്കെന്തിനാ കുഞ്ഞാക്കനോട് അസൂയക്കേണ്ട ആവശ്യം? അല്ലാതെ എൻ്റെ പെണ്ണുങ്ങൾ ഓതി തന്നത് ജന്നോട് പറഞ്ഞതല്ല അല്ലേ? ഏതായാലും ഇപ്പം ഇങ്ങനെയൊക്കെ ആയി. ഇപ്പം ഇയാളെ കടബാധ്യത തീർക്കാനുള്ള മാർഗം കൂടി നമ്മളെല്ലാവരും കൂടെ ഒന്നാണ്. നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കിയാലോ? നിൽക്കും വേണ്ടി ഒരു പിരിവിടണ്ട, എനിക്ക് ആ പിച്ചക്കാശും വേണ്ട. ഗതി കിട്ടി നിൽക്കുകയാണെങ്കിലും അഭിമാനപ്പെട്ടുള്ള കളിയില്ല. ചിലക്കണ്ട പോടാ അവിടുന്ന്. ആരാൻ്റെ ജീവിതത്തിൽ ഒളിഞ്ഞു നോക്കിയിട്ട് എനിക്കെന്തൊരു കാര്യം? നമ്മളൊരു ആളുണ്ട്, ഒരു ഡോക്ടറാണ്. നമുക്ക് ഒന്ന് കൊണ്ടുപോയി കാണിച്ചാലോ? ഒന്ന് സംസാരിച്ചോട്ടെ. മൂപ്പര് വിളിച്ചിരുന്നു, പിന്നെ എനിക്കാണ്ട് വരാനുള്ളൊരു സമയം കിട്ടിയിട്ടില്ല. ഞാൻ കുറച്ച് തിരക്കിലുമായിരുന്നു. എന്താ ഇപ്പം മൂപ്പർക്ക് കാര്യമായിട്ടുള്ള പ്രശ്നം? കേട്ടിടത്തോളം ഇത് അത്ര ഒരു ഗുരുതരമായ പ്രശ്നമൊന്നുമല്ല. ചെറിയൊരു കൗൺസിലിംഗ് കൊടുത്താൽ മാറ്റാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതുപോലുള്ള കേസുകൾ കൂടുതലും കാണുന്നത് പുരുഷന്മാരിലാണ്. കാരണം അവരുടെ മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് തുറന്നു പറയാതെ മനസ്സിലിട്ടങ്ങനെ നടക്കും, എന്നിട്ട് അറ്റാക്ക് വന്ന് മരിക്കും. സ്ത്രീകൾക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ വളരെ കുറവാണല്ലോ. കാരണം എന്താ വെച്ചാൽ അവർ കരഞ്ഞു തീർക്കും. പുരുഷന്മാർ അവരുടെ മനസ്സിലിട്ട് അങ്ങനെ ഒതുക്കി നടക്കും. അപ്പം അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരെയൊക്കെ ഒന്ന് പരിഗണിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ല, കാക്കപ്പ ഗൾഫിക്കൊന്നും പോവലില്ലേ? ഇവിടെ ഒരു ഹാലിൽ ഇങ്ങനെ നടക്കണാണാ? കാക്ക ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് നാട്ടിൽ തന്നെ ഉണ്ട്. ഓഹോ. അവിടെ കമ്പനി വർക്കായിരുന്നല്ലോ. ആ. കമ്പനി ഇപ്പോൾ നഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞ് മൂപ്പരെ പിരിച്ചു വിട്ടതാണ്. ഉം. അങ്ങനെ വന്നതാണ്. ഇപ്പോൾ കാര്യമായിട്ട് പരിപാടികളൊന്നും ഇവിടെ ഇല്ല. ആരാ? നിങ്ങൾ വർക്ക് ചെയ്ത കമ്പനിയിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ ഉള്ള സമയത്ത് കമ്പനി നഷ്ടത്തിലായിരുന്നല്ലോ. ഇപ്പോൾ അത് ലാഭത്തിലാണ് ഓടുന്നത്. അതിൻ്റെ ഗ്രാറ്റുവിറ്റിയൊക്കെ ഇപ്പോൾ കമ്പനി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ ഒരുപാട് ശമ്പളം ബാക്കിയുണ്ടായിരുന്നല്ലോ. അതൊക്കെ ഇപ്പോൾ എല്ലാവരും ഏൽപ്പിക്കാനുള്ള തീരുമാനമാണ് കമ്പനിക്ക്. അതുമായി വന്നതാണ്. ശമ്പളത്തിൻ്റെ പെൻഡിങ്ങും ഗ്രാറ്റുവിറ്റി അടക്കം നാട്ടിലെ ഏകദേശം ഒരു 5 ലക്ഷം രൂപയുണ്ട്. കമ്പനി ഈ തുക നിങ്ങൾക്ക് കൈമാറുകയാണ്. ഹലോ, അസ്സലാമു അലൈക്കും. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിരുന്നു കേട്ടോ. പൈസ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സംശയം തോന്നിയിട്ടില്ല. പിന്നെ ഒരു കാര്യം, അദ്ദേഹത്തിന് വിദേശത്തേക്ക് വരാൻ വല്ല താല്പര്യമുണ്ടോ?
ഇവിടെ നമ്മളെ കമ്പനിയിൽ ചെറിയ വേക്കൻസി ഒക്കെ ഉണ്ട്. മൂപ്പരോടൊന്ന് സംസാരിച്ച് നോക്കി. ഓക്കെ, സംസാരിച്ചിട്ട് വിവരം പറയും. ഓക്കെ, ശരി എന്നാൽ. വലൈക്കും സലാം. സക്സസ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു. എങ്ങനെയാകണം പ്രതിസന്ധി ഘട്ടങ്ങളിൽ വീണുപോകുന്നവരെ കൈപ്പിടിച്ചുയർത്തുന്ന സൗഹൃദങ്ങളും പിണങ്ങുമ്പോൾ പോലും അകന്നുപോകാതെ ചേർത്തു നിർത്തുന്ന രക്തബന്ധങ്ങളും. അവിടെയാണ് ആത്മാർത്ഥതയുള്ള നിഷ്കളങ്ക മനുഷ്യസ്നേഹം. അയാളറിയാതെ, അയാളുടെ നിഴലായി, അയാളുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാതെ സ്വപ്രയത്നം കൊണ്ട് കിട്ടിയ അംഗീകാരമെന്ന് അയാളിൽ ഒരു ചിന്ത ഉണ്ടാക്കി മാറ്റിയെടുത്ത് അയാളുടെ ജീവിതം കാത്തു സംരക്ഷിച്ച തണൽ മരങ്ങൾ. ഇപ്പോൾ അയാൾക്കു ചുറ്റും ഇരുണ്ടുകൂടിയ ആ കാർമേഘങ്ങളില്ല. അയാളെ വിട്ട് അത് മറ്റാരുടെയോ ഓരം ചേർന്ന് നീങ്ങിയിരിക്കുന്നു, പെയ്തൊഴിയാതെ.